ഈസിയായ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമുക്കിന്ന് ഒരു എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, ഒരു തക്കാളി, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും നമുക്കതിലേക്ക് ഒന്നിച്ച് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഉള്ളി വഴലാനായിട്ട് 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചേർക്കാനുള്ള പൊടികളാണ്. ഇത് വന്ന് കുറച്ച് 1/2 സ്പൂണ് ഗരം മസാല, ഇത് 1/2 സ്പൂണ് പെരിഞ്ചീരകപ്പൊടി, ഇത് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതൊരു 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഇത് 1/2 സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മളിതിനകത്ത് ചേർക്കുന്നത്. ഇപ്പോൾ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വഴന്നിട്ട് നമുക്ക് പൊടികളിടാം. നമുക്കതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. നല്ലതായിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. പൊടികൾ ഏകദേശം മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലതായിട്ട് ആ തക്കാളിയുടെ വെള്ളത്തിൽ കിടന്ന് ഈ പൊടി നല്ലതായിട്ട് ഒന്ന് കുഴഞ്ഞ് കിട്ടണം. അതുപോലെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളി വെന്ത് ഉടഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുട്ട ചേർക്കാം. ഈ മുട്ട ഞാനൊന്ന് വരഞ്ഞെടുത്തിരിക്കുന്നതാണ്. നമുക്കിനി അത് ഈ അരപ്പിനകത്തിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ ഈ മുട്ടയിൽ എരിവ് പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു പിഞ്ച് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഈ എരിവും ഉപ്പുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്കത് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ടേസ്റ്റിയായ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.